ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവരും വാട്സാപ്പിൽ അവരവരുടെ ചാനൽ ഉണ്ടാക്കിയിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലർക്കും ചാനൽ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ വാട്സാപ്പ് ആദ്യം അപ്ഡേറ്റ് ചെയ്യുക, ലേറ്റസ്റ്റ് വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ താഴെ അപ്ഡേറ്റ്സ് എന്നുള്ളൊരു ടാബ് ഉണ്ടാവും. ആ അപ്ഡേറ്റ്സ് എന്നുള്ള ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ കൂട്ട് നമ്മുടെ സ്റ്റാറ്റസ് എന്നുള്ള ടാബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ആണുള്ളത്. ആ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ചാനൽ കാണാൻ പറ്റും. ആ ചാനലിൻ്റെ അവിടെ പോയിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണും. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ ചാനൽ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ആയി എന്നുള്ളതാണ്. പ്ലസ് ബട്ടൺ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചാനൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എലിജിബിലിറ്റി ആയിട്ടില്ല എന്നുകൂടിയുണ്ട്. അപ്പോൾ അത് എലിജിബിലിറ്റി ആവുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി എല്ലാവർക്കും തന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അത് നമ്മൾ ചെയ്യേണ്ടത്, വാട്സാപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വാട്സാപ്പ് ലേറ്റസ്റ്റ് വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാട്സാപ്പിൽ താഴത്തെ ഐക്കണിലുള്ള ടാബ്സ് എല്ലാം വരുന്നത് ചാറ്റ്, അപ്ഡേറ്റ്സ്, കമ്മ്യൂണിറ്റീസ്, കോൾസ്. നേരത്തെ സ്റ്റാറ്റസ് എന്ന് കാണിക്കുന്ന സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ അപ്ഡേറ്റ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. ആ അപ്ഡേറ്റ്സ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചാനൽ കാണാൻ പറ്റും. കണ്ടോ ചാനൽ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ചാനലുണ്ട്. എൻ്റെ ചാനൽ വിനോജ് കേസ് എന്നാണ്. അപ്പോൾ അവിടെ ചാനലിൽ അവിടെ റൈറ്റിലൊരു പ്ലസ് ബട്ടൺ കണ്ടോ. ഈ പ്ലസ് ബട്ടൺമേ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചാനൽ എന്നുണ്ട്. ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണിക്കും ക്രിയേറ്റ് എ ചാനൽ ടു റീച്ച് അൺലിമിറ്റഡ് ഫോളോവേഴ്സ്, എനിവൺ ക്യാൻ ഡിസ്കവർ യുവർ ചാനൽ. അപ്പോൾ ചാനൽസ് എല്ലാം പബ്ലിക്കായിരിക്കും. സോ ആർക്കാണെങ്കിലും കാണാൻ പറ്റും. അതുപോലത്തെ 30 ദിവസത്തെ ഹിസ്റ്ററി നമ്മൾ ഇട്ടാക്കണ ഈ കണ്ടൻസിൻ്റെ 30 ദിവസത്തെ ഹിസ്റ്ററി അവർ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഫോൺ നമ്പറോ പ്രൊഫൈൽ പിക്ചറോ ഒന്നും മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. മീൻസ് നമ്മുടെ ഫോളോവേഴ്സിന് കാണാൻ പറ്റില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളായിരിക്കും നമ്മുടെ ചാനലിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. സോ നമ്മൾ എന്താണോ അതിലിടുന്ന കണ്ടൻസ് അതെല്ലാം ഗൈഡ് ലൈൻസ്, വാട്സാപ്പിൻ്റെ ഗൈഡ് ലൈൻസിന് ആസ്പദമായിട്ടുള്ളതായിരിക്കണം, അനുസരിച്ചുള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാനലിന് ഒരു പേര് കൊടുക്കാം. ടെസ്റ്റ് വാട്സാപ്പ്, ടെസ്റ്റ് കൊടുക്കാം. ടെസ്റ്റ് ചാനൽ. പിന്നെ നമുക്കിവിടെ ടെസ്റ്റ് ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. വേണമെങ്കിൽ ഒരു ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കയറ്റാം. നമുക്കത് ഒരു ഫോട്ടോ നമ്മൾ എടുക്കണം. ഓക്കെ, ടെക്ക് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ സെറ്റാക്കി ഡൺ കൊടുത്തു. അതുകൊണ്ട് ക്രിയേറ്റ് ചാനൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സെറ്റായി. ഇനി ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ചാനൽ ലിങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാനൽ ലിങ്കും വരും. സെൻഡ് ലിങ്ക് വഴി വാട്സാപ്പ് കൊടുക്കാം, ഷെയർ ടു മൈ സ്റ്റാറ്റസ് കൊടുക്കാം, കോപ്പി ലിങ്ക് കൊടുക്കാം, ഷെയർ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ഈസിയാണ് നമുക്ക് ചാനൽ ഉണ്ടാക്കാനായിട്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പുതിയ വീഡിയോ വാട്സാപ്പ് അപ്ഡേറ്റുമായിട്ട്. താങ്ക്